വലിയ പണച്ചാക്കുമായി 2 ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത്. നാഷണൽ ഹൈവേ ഒക്കെ 6 വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ 16 വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി. കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട 1-2 വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ, കർഷകര്, മലയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും. അപ്പൊ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല. അഡ്വാൻസായി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം. അപ്പോൾ നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും. ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ പത്രസമ്മേളനം വിളിച്ചത്.